എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ കുറെ ആയിട്ട് ഞാൻ ലോങ് വീഡിയോസ് ഇടാറില്ലായിരുന്നു. അപ്പൊ ഇന്നത്തേത് നമ്മുടെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. എന്റെ വീട്ടിലുള്ള കുറെ പേരുടെ ഗ്രാജുവേഷൻ ഡേ ആണെന്ന്. അപ്പൊ അവരുടെ ലൈഫിൽ നല്ലൊരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടെ സെലിബ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വരിവരിയായിട്ട് നടന്നു വരുന്ന തരുണിമണികളുടെ ഗ്രാജുവേഷൻ ഡേ ആണ് കേട്ടോ ഇന്ന്. അവരെല്ലാം മണിക്കൂറുകളായിട്ട് ഇരുന്ന് അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരി മണികളായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് ഈ സുവർണാവസരത്തിൽ പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി. നിലീനയ്ക്ക് എന്താണ് പറയാനുള്ളത്? നിലീനെ പറയൂ. പെട്ടെന്നൊന്ന് കഴിഞ്ഞിട്ടെങ്കിൽ വീട്ടിൽ വന്ന് കിടക്കായിരുന്നു. കോസ്റ്റ്യൂംസിനെ ഒക്കെ പറ്റി പറ. എത്ര മാസം അലഞ്ഞു തിരിഞ്ഞിട്ട് കിട്ടിയ സാധനമാണ്? അപ്പൊ നാട്ടിൽ നിന്ന് വാങ്ങിച്ചു. നിങ്ങൾ രണ്ടുപേരും? ഞാൻ എന്റെ ഒരു സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് എന്റെ ഡ്രസ് കിട്ടിയത്. പക്ഷെ ഇവളുടെ കൂടെ ഒരു 3-4 റൗണ്ടും പിന്നെ മറ്റുള്ളവരുടെ കൂടെ ഒരു 10 മറ്റുള്ളവർക്ക് ഡ്രസ് എടുക്കാൻ പോയിട്ടാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൊണസ്റ്റോഗയിൽ പഠിച്ചിറങ്ങിയ ഏതൊരു പിള്ളേരുടെയും ഗ്രാജുവേഷൻ ഡേ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പം ഞങ്ങൾ നേരത്തെ എത്തി. ഞങ്ങൾക്ക് കുറേ പേരുള്ളത് കാരണം ഒറ്റ വണ്ടിയിൽ വരാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് ആദ്യം ഊബർ വിളിച്ചു വന്നു. ബാക്കിയുള്ളവർ പുറകെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി ഈ ബിൽഡിങ്ങിനകത്തോട്ട് കയറണം. അവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത്. ഇവരുടേത് വൈകിട്ടായിരുന്നു, ഒരു 5 മണി 5:30 സമയത്താണ്. നമ്മൾ ഗസ്റ്റായിട്ട് വരുന്നവർക്ക് ഗ്രാജുവേറ്റ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ കപ്പിൾസ് ആയിരുന്നു കൃഷ്ണയും കിരും. അപ്പോൾ കൃഷ്ണയ്ക്ക് ഒരു സർപ്രൈസായിട്ട് ഒരു ബൊക്ക വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ പോയതായിരുന്നു. അവിടെ ചെന്ന് ബൊക്കയുടെ റേറ്റ് ചോദിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, വാങ്ങണ്ട, 50 കേടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കുഞ്ഞ് ടെഡി ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ചു അവൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. കുറേ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഗസ്റ്റായിട്ട് വന്നവരെല്ലാം ഒരു വാതിലൂടെ അങ്ങ് കയറി. പിന്നെ നമ്മുടെ ഗ്രാജുവേറ്റ്സ് ഒക്കെ പിന്നെയാണ് വരിക. അവർ ആ ബ്ലാക്ക് കോട്ടൊക്കെ ഇട്ടിട്ട് പിന്നെയാണ് വരിക. ഇതെന്ന് പറയുന്നത് അവരെ പഠിപ്പിച്ച പ്രൊഫസർമാരാണ്. അവർ റെഡ് കോട്ട് ഇട്ടിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവരുടെ പുറകിലായിട്ടാണ് ഗ്രാജുവേറ്റ്സ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ലേറ്റ് ആയത് കാരണം കുറച്ച് സൈഡിലോട്ടായി പോയി സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തപ്പം അവരുടെ ഒന്നും ഫേസ് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4 പേരുണ്ടായിരുന്നു ഇന്നത്തെ ഗ്രാജുവേഷൻ ഡേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവരുടെ വീഡിയോ ഒക്കെ എടുക്കണം, നല്ല രീതിക്ക് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ആ സൈഡിലോട്ട് സീറ്റ് കിട്ടിയത് കാരണം നമുക്കധികം വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. ഓരോരോ കോഴ്സിനനുസരിച്ചിട്ടാണ് ഇവർ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ബാച്ച് ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ആദ്യം ഒരു സൈഡിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് അതിനനുസരിച്ചാണ് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം അവരുടെ ഫസ്റ്റ് ടൈമിലുള്ള ഒരു സ്പീച്ച് പോലെ ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രയർ ഉണ്ടായിരുന്നു. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച കുഞ്ഞി ടെഡി കേട്ടോ. നല്ല ക്യൂട്ട് ടെഡി ആയിരുന്നു. പിന്നെ അതിനുശേഷം എല്ലാവരുടെയും ഗ്രാജുവേഷൻ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കേണ്ടിയിരുന്നു. പിന്നെ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ മാത്രമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ നടന്നു വരുന്ന കൂട്ടത്തിൽ ഫസ്റ്റ് പോകുന്ന ആളാണ് കൃഷ്ണ, ഞങ്ങളുടെ കുഞ്ഞി കൃഷ്ണ. അതിനുശേഷം ഇവർ 4 പേര് ഒന്നിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ ഇവരുടെ ഇടയിൽ എന്ന് വെച്ചാൽ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് വീഡിയോ എടുത്തുകൊണ്ടിരുന്നാലേ എല്ലാവരും കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഓരോരുത്തർ മിസ്സായി പോകും. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ കുറച്ച് ലോങ് ആയിരിക്കും കേട്ടോ. പിന്നെ അടുത്ത് വരുന്ന ആളാണ് നിലീന. ഇവളാണ് നിലീന. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഗംഗ. ഏറ്റവും ലാസ്റ്റാണ് അപർണ വരുന്നത്, അപ്പു. ഇത് നിലീനയാണ്. അതിനുശേഷത്തെ പുറകിൽ പോകുന്നതാണ് ഗംഗ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിലാണ് അപ്പു വരുന്നത്. ഇതാണ് അപ്പു. കൃഷ്ണാജ മുരാളി കറിപദാസ്. Aparna Suresh. അങ്ങനെ ആ ഹോളിനകത്ത് പരിപാടികളെല്ലാം കഴിഞ്ഞപ്പം പിന്നെ റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് വേറൊരു ഹോളുണ്ടായിരുന്നു. അവിടെ കുറച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഇവർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ രീതിയിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അപ്പം കൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ച ഗിഫ്റ്റ് ഉണ്ടായിരുന്നല്ലോ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഒരു കാലിക്കവർ അവളുടെ കയ്യിലോട്ട് എടുത്ത് കൊടുക്കാമെന്നായിരുന്നു. കണ്ടപ്പോൾ തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. കവർ എടുത്ത് കയ്യിൽ കൊടുത്തപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അതിനകത്ത് ഒന്നും ഇല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു വേണ്ട എനിക്ക് മനസ്സിലായി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഗിഫ്റ്റ് കിട്ടിയപ്പം അവൾ ശരിക്കും പറഞ്ഞാൽ നല്ല സർപ്രൈസ് ആയിട്ടോ. അവൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സന്തോഷമായി അത് കിട്ടിയപ്പോൾ. അത് അവളുടെ മുഖത്ത് നന്നായിട്ട് കാണാനും ഉണ്ടായിരുന്നു. അതുപോലൊരു തൊപ്പി അവക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള വിഷമത്തിലായിരുന്നു അവള്. ഇഷ്ടപ്പെട്ടാ? തിരിക്കടി. എന്തേലും വാങ്ങിച്ചു കൊടുത്താൽ എന്ത് നെഗറ്റീവ് ഉണ്ടോ അത് പറഞ്ഞു. നേരെ
നേരെ നിക്കടി. പിന്നെ അതിനുശേഷം അങ്ങോട്ട് ഫുള്ള് ഫോട്ടോഷൂട്ടായിരുന്നു. എല്ലാവരും മാറി മാറി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഹോളിൻ്റെ പുറത്ത് നല്ല നല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ. ഞങ്ങൾ ഇതുപോലെ ഒരു കുഞ്ഞ് എന്തോ പറയുക ഒരു തടാകം പോലുള്ളൊരു സ്ഥലത്ത് പോയി നിന്നിട്ടാണ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നത്തെ ഫോട്ടോസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ മാറി മാറി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരാണ് ഞങ്ങളുടെ ഇന്നത്തെ താരങ്ങൾ. ഞങ്ങളുടെ 4 ഗ്രാജുവേറ്റ്സ് ഇവരായിരുന്നു. അപ്പോൾ ആദ്യം ഇവരുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആദ്യത്തെ 4ാമത്തെ ആൾ മിസ്സിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ ആ 4ാമത്തെ ആൾ ഞങ്ങൾ പൊക്കിക്കൊണ്ടുവന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ചേർന്ന് കൂടെ നിന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ ആ ഫോട്ടോസ്. ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 1.5 വർഷമായി. ഞങ്ങൾ വന്ന അന്ന് തൊട്ടിട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവരോടും ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ആണ്. അത് കഴിഞ്ഞു ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഇറങ്ങാൻ സമയപ്പോഴേക്ക് ഒരു ഏകദേശം ഒരു രാത്രിയുടെ ഫീലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.